കെ ബാബുവിനെതിരായ കേസിൽ നിലപാട് മാറ്റി സുധീരൻ. ബാബുവിനെതിരായ വിജിലൻസ് നടപടി രാഷ്ട്രീയ പകപോക്കലെന്ന് സുധീരൻ. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ ബാബുവിനെതിരെയില്ല. കൃത്യതയോടെ പ്രതികരിക്കുന്നതിനാണ് ഇത്രയും കാലം കാത്തിരുന്നത് എന്നും സുധീരൻ വ്യക്തമാക്കി. കെപിസിസി രാഷ്ട്രീയകാര്യ സമിതിയിൽ മുല്ലപ്പള്ളിയും വി എം സുധീരനും തമ്മിൽ കടുത്ത വാക്കുതർക്കം. സുധീരൻ ആദർശത്തിന്റെ തടവറയിലെന്ന് മുല്ലപ്പള്ളി. 10 വർഷമായി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാത്ത ആളിന്റെ വിമർശനം എന്നാണ് സുധീരൻ മറുപടി നൽകിയത്. ഇന്നലെ നടന്ന യോഗത്തിലായിരുന്നു വാക്കുതർക്കമുണ്ടായത്. കേരളത്തിൽ ബി.ജെ.പിയുടെ അടിത്തറ BDJS ആണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BDJSന് നൽകിയ വാഗ്ദാനങ്ങൾ BJP പാലിച്ചില്ലെങ്കിൽ സഖ്യത്തിൽ വിള്ളലുണ്ടാകും. BDJSനെ അവഗണിക്കുന്നതിൽ അണികൾക്കിടയിൽ എതിർപ്പ് ശക്തമാണ്. BJP സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്രം അവഗണിക്കുകയാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി BJP ദേശീയ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വീണ്ടും രൂക്ഷ വിമർശനവുമായാണ് BJP നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിൽ BJPയുടെ അടിത്തറ എന്ന് പറയുന്നത് BDJS ആണ്. മാത്രമല്ല BDJS ചേർന്നതുകൊണ്ടാണല്ലോ BJPക്ക് ഇവിടെ 15% വോട്ട് കിട്ടിയത്. അല്ലെങ്കിൽ BJPക്ക് കേരളത്തിൽ 15% വോട്ട് എവിടെ ഇരിക്കുന്നു? അവർക്ക് ഇതുക്ക് മുമ്പ് കിട്ടിയത് 4-5% വോട്ടല്ലേ കിട്ടിയിരുന്നല്ലോ. എല്ലാ കാലത്തും BDJSനെ പറ്റിച്ച് BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു. അത് ഏതായാലും പരിഗണനയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും എന്നും എല്ലാവരെയും എക്കാലത്തും പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല. SNDPയുടെ പിന്തുണയില്ലെങ്കിൽ കേരളത്തിൽ BDJSന്റെ ശക്തി ക്ഷയിക്കുമെന്നും BJP-BDJS കൂട്ടുകെട്ട് നഷ്ടപ്പെട്ടാൽ BJP കേരളത്തിൽ പഴയ അവസ്ഥയിലേക്ക് പോകുമെന്നും വെള്ളാപ്പള്ളി മുന്നറിയിപ്പ് നൽകി. BDJS അകന്നു പോവുകയും BJP ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അവിടെ ദയനീയമായിരിക്കും അവരുടെ സ്ഥിതി. പറ്റില്ല. എങ്ങനെ ഉണ്ടാകാൻ? ആരാ വോട്ട് ചെയ്യാതിരിക്കുന്നത്? SNDPയുടെ B ടീമായി പ്രവർത്തിക്കാൻ BDJSനെ അനുവദിക്കില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കേരള രാഷ്ട്രീയ രംഗത്ത് BDJS രൂപീകരിച്ചതിന് ശേഷം SNDPയുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നുവെന്ന തിരിച്ചറിവാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ BDJS-BJP ബന്ധത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. BDJS-BJP സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. പാർട്ടിക്ക് ലഭിക്കേണ്ട സ്ഥാനങ്ങൾ സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകും. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞ തുഷാർ, മൈക്രോ ഫിനാൻസ് കേസിൽ VSന്റെ നീക്കം വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് എന്നും കോഴിക്കോട് പറഞ്ഞു. അങ്ങനെ ഒരു അസംതൃപ്തി ഇല്ല. ഞങ്ങൾ സംബന്ധിച്ചുള്ള കാര്യം അത് വ്യക്തമായ എനിക്കറിയാം. കാരണം ഞാൻ തന്നെയാണ് ഈ അമിത് ഭായിയുമായും ഒക്കെ ചർച്ച നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വ്യക്തമായി അറിയാമെന്നുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. ഒറ്റക്കെട്ടായി കൂടുതൽ സജീവമായി NDA മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ജനറൽ സെക്രട്ടറി കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും VS അച്യുതാനന്ദൻ കേസ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യമല്ല. നിയമപരമായി നേരിടാനുള്ള കാര്യങ്ങളാണ്. നിയമപരമായി ഞങ്ങൾ നേരിടും. അത് ഞങ്ങളാരും ഭയപ്പെടുന്നൊരു പ്രശ്നമേ അല്ല. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ തനിക്കെതിരെയുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ കക്ഷി ചേരും. കേസ് അട്ടിമറിക്കാൻ വെള്ളാപ്പള്ളി നടത്തുന്ന ചെപ്പടി വിധികളൊന്നും വിലപ്പോവില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ഈഴവ സമുദായത്തിലെ പാവപ്പെട്ട സ്ത്രീകളെ വഞ്ചിച്ച കേസിൽ 1ാം പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ. UDF സർക്കാരും നടേശനും കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു തട്ടിപ്പെന്നും VS പ്രസ്താവനയിൽ വ്യക്തമാക്കി. കേസിൽ സർക്കാർ അതീവ ജാഗ്രത പുലർത്തണമെന്നും VS ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽ മന്ത്രി സുരേഷ് പ്രഭുവിന് കത്തയച്ചു. 2 മാസത്തിനിടെ 3 തീവണ്ടി അപകടങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. ആവർത്തിച്ച് ഉണ്ടാകുന്ന അപകടങ്ങളിൽ യാത്രക്കാർ ഭീതിയിലാണ്. കേരളത്തിൽ സർവീസ് നടത്തുന്ന തീവണ്ടികളിലെ കോച്ചുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങളിൽ റെയിൽവേ മന്ത്രിയുടെ വ്യക്തിപരമായ ഇടപെടൽ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. 14ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 29 ദിവസം നീളുന്ന സമ്മേളനത്തിൽ കിഫ്ബി രൂപവൽക്കരിക്കാനുള്ള നിയമം, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി ബിൽ എന്നിവ സഭ പരിഗണിക്കും. കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രത്യേക ബ്ലോക്കായിട്ടായിരിക്കും സഭയിൽ ഇരിക്കുക. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള 2ാമത്തെ നിയമസഭാ സമ്മേളനത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത്. നവംബർ 10 വരെയാണ് സമ്മേളനം. 2016-17 ബജറ്റ് പൂർണ്ണമായി പാസാക്കുകയാണ് സഭാസമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം.
ബജറ്റിന്റെ ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയ്ക്കും വോട്ടെടുപ്പിനുമായി 13 ദിവസമാണ് മാറ്റിവച്ചിരിക്കുന്നത്. അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കായി 5 ദിവസവും മാറ്റിവച്ചിട്ടുണ്ട്. നാളെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി ബിൽ, കേരള അടിസ്ഥാന നിക്ഷേപനിധി ബില്ലുകളുടെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയവും പരിഗണിക്കും. ഇരു ബില്ലുകളും ഈ സമ്മേളന കാലയളവിനുള്ളിൽ തന്നെ പാസാക്കും. നിയമസഭാ സമിതികൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളിൽ സഭയ്ക്കുള്ളിൽ ചർച്ച നടത്തുന്ന രീതി ഈ സമ്മേളനത്തിൽ ആരംഭിക്കും. സാധാരണ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകളാണ് ശ്രദ്ധേയമാകുന്നതെങ്കിൽ ഇത്തവണ കേരള കോൺഗ്രസ് പ്രത്യേക ബ്ലോക്കായിരിക്കുന്നതാകും അസാധാരണത്വം. UDF വിട്ട് 6 MLAമാർ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമിടയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്നത് സമീപകാല നിയമസഭാ ചരിത്രത്തിൽ പുതുമയാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കെ ബാബുവിനെതിരായ കേസിൽ നിലപാട് മാറ്റി സുധീരൻ. ബാബുവിനെതിരായ വിജിലൻസ് നടപടി രാഷ്ട്രീയ പകപോക്കലെന്നാണ് സുധീരൻ പറഞ്ഞത്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ ബാബുവിനെതിരെ ഇല്ല. കൃത്യതയോടെ പ്രതികരിക്കുന്നതിനാണ് ഇത്രയും കാലം കാത്തിരുന്നത് എന്നും സുധീരൻ വ്യക്തമാക്കി. 1 മാസത്തിലേറെ നീണ്ട മൗനം സൃഷ്ടിച്ച അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ VM സുധീരൻ കെ ബാബുവിനെ പിന്തുണച്ച് രംഗത്തെത്തി. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ എഴുതി കൊടുത്ത പ്രമേയം അദ്ദേഹം അതേപടി വായിക്കുകയായിരുന്നു. രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ വിജിലൻസിനെ കരുവാക്കി നടത്തുന്ന അന്വേഷണ പ്രഹസനങ്ങളോട് യോജിക്കാനാവില്ല. ബാബുവിനെതിരെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലായി മാത്രമേ കാണാനാകൂ. കെ ബാബുവിനെതിരെ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രതി ചേർത്താൽ ഇതേ നിലപാടിൽ നിന്നും പിന്നാക്കം പോകുമോ എന്ന ചോദ്യത്തിന് VM സുധീരൻ കൃത്യമായി മറുപടി പറഞ്ഞില്ല. അല്ല, അതിപ്പോൾ ഞാൻ പറയാം, ഇതിനകത്ത് ഏത് കാര്യം വരുമ്പോൾ വരുന്നതിനനുസരിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഏതെങ്കിലും നമുക്കൊരു മുൻകൂട്ടി ഒരു ധാരണയില്ലല്ലോ. അല്ല, നിങ്ങൾ ഈ തരം കാര്യം മാത്രം നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഇത് സംബന്ധിച്ച് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് അതേക്കുറിച്ച് ആവശ്യമെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറയാൻ യാതൊരു മടിയുണ്ടാവില്ല. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ എന്നിവർ VM സുധീരനെതിരെ രൂക്ഷമായ കടന്നാക്രമണം നടത്തി. സുധീരൻ ആദർശത്തിന്റെ തടവറയിലാണെന്നും അത് പാർട്ടി സംഘടനാ സംവിധാനത്തെ ബാധിക്കുമെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. 10 വർഷമായി പാർട്ടി യോഗത്തിന് കൃത്യമായി എത്താത്തതുകൊണ്ടാണ് മുല്ലപ്പള്ളി ഇങ്ങനെ പറയുന്നതെന്ന് VM സുധീരൻ തിരിച്ചടിച്ചു. KM മാണിയെ മടികൂടാതെ പിന്തുണച്ച സുധീരൻ ബാബുവിന്റെ കാര്യത്തിൽ പ്രതികരണം നീട്ടിക്കൊണ്ടുപോയത് അനൌചിത്യമായി പോയെന്ന് MM ഹസൻ കുറ്റപ്പെടുത്തി. DCC അധ്യക്ഷന്മാരെ മാറ്റിക്കൊണ്ടുള്ള പുനഃസംഘടന ഉടൻ ആരംഭിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക് വ്യക്തമാക്കി. പൊതു സ്വീകാര്യത മാത്രമാവും ഇതിന്റെ മാനദണ്ഡമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയ്ക്കുള്ളിലും പുറത്തും സർക്കാരിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. ജീവൻകുമാർ, തിരുവനന്തപുരം. ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ അധികായരും വ്യാവസായിക ലോകവുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കഥ പറയുന്ന പുസ്തകമാണ് ദ ഫീസ്റ്റ് ഓഫ് വോൾച്ചേഴ്സ്. ശതകോടീശ്വരന്മാരുടെ യഥാർത്ഥ മുഖംമൂടി പിച്ചി ചീന്തുന്ന ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖമാണ് അനാവരണം ചെയ്യുന്നത്. മലയാളിയായ മാധ്യമപ്രവർത്തകൻ ജോസി ജോസഫ് അതീവ സാഹസികമായി രചിച്ച ഈ പുസ്തകത്തിന്റെ കോപ്പികൾ ചൂടപ്പം പോലെയാണ് വിപണിയിൽ വിറ്റഴിയുന്നത്. വഖഫ് ബോർഡിന് കീഴിലെ ഒരു അനാഥാലയത്തിന്റെ ഭൂമി തട്ടിയെടുത്താണ് മുകേഷ് അംബാനി എന്ന ശതകോടീശ്വരൻ തന്റെ മണിമാളിക മുംബൈയിൽ പണിതുയർത്തിയതെന്ന് കേട്ടാൽ ഏത് ഇന്ത്യക്കാരനും ഒന്ന് ആശ്ചര്യം കൂറിയേക്കാം. ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ വേദാന്ത ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ അനിൽ അഗർവാൾ താൻ പഠിച്ച പാട്നയിലെ സ്കൂൾ ഹെഡ് മാസ്റ്ററെയും കുട്ടികളെയും വിഡ്ഢികളാക്കിയ കഥ രസകരമായി മാത്രമേ വായിക്കാൻ കഴിയൂ. ഇങ്ങനെ കേട്ടാൽ എളുപ്പത്തിൽ ദഹിക്കാൻ പാടുള്ള ഒരുപാട് സംഭവകഥകളുടെ ഒരു അക്ഷയപാത്രമാണ് ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് അഥവാ കഴുകന്മാരുടെ സദ്യ എന്ന പുസ്തകം. ലോക പുസ്തക പ്രസാധന രംഗത്തെ അതികായകന്മാരായ ഗില്ലോൺ എയ്റ്റ്കനും പെൻഗിൻ പബ്ലിഷേഴ്സും ഹാർപ്പൻ കോളിൻസും ഈ പുസ്തകത്തിൻ്റെ പ്രസാധക അവകാശം സ്വന്തമാക്കാൻ വേണ്ടി ലേലം തന്നെ നടത്തിയെന്നറിയുമ്പോഴാണ് ഈ മലയാളി പത്രപ്രവർത്തകൻ്റെ യഥാർത്ഥ വില നമ്മളറിയൂ. ലളിതമായ ഭാഷയിൽ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് താൻ എല്ലാം എഴുതിയതെന്ന് ജോസി ജോസഫ് പീപ്പിൾ TVയോട് പറഞ്ഞു. അതായത് നമ്മൾ ഇന്ത്യനെ നിങ്ങൾ ആകാശത്തിന് താഴോട്ട് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കൂട്ടം മെല്ലിയിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും ഇന്ത്യയുടെ റിസോഴ്സുകളെയും ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ വിഹിതത്തിനെയും ഒക്കെ കടിച്ചു കീറി തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർത്തിയോടുകൂടി. ബുക്കിൻ്റെ മൊത്തം പ്രിമൈസ് എന്ന് പറയുന്നത് ഒരു തിയറിയാണ്. ആ തിയറി വെച്ചാൽ എവറിത്തിങ് ഇൻ ദിസ് കൺട്രി ഈസ് ഓൺ സെയിൽ. എല്ലാം ഇവിടെ വിൽക്കപ്പെടും. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഒരു ഗവൺമെൻറ് ആയിക്കോട്ടെ, അത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻ്റർമീഡിയറി ഇടനിലക്കാരനെ കണ്ടുപിടിച്ച് അവന് കറക്റ്റ് കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ എന്തും ഇവിടെ വാങ്ങിക്കാമെന്ന് ഞാൻ ആ തിയറി കഥകളിലൂടെ പ്രൂവ് ചെയ്യുകയാണ്. 90കളുടെ തുടക്കത്തിൽ മുംബൈയിൽ കൊല ചെയ്യപ്പെട്ട സൗത്ത് വെസ്റ്റ് എയർലൈൻസിൻ്റെ ഉടമസ്ഥൻ തഖീദുദ്ദീൻ വാഹിദിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ജെറ്റ് എയർവേസിൻ്റെ സ്ഥാപകൻ നരേഷ് ഗോയലാണെന്ന സംശയം പുസ്തകം ഉയർത്തുന്നു.
പുസ്തകത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന സംവാദത്തിൽ MG രാധാകൃഷ്ണൻ പങ്കെടുത്തു. അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഏടുകൾ അനാവരണം ചെയ്യുന്ന സംവാദം കേൾക്കാൻ മുതിർന്ന മാധ്യമപ്രവർത്തകർ മുതൽ ജേർണലിസം വിദ്യാർത്ഥികൾ വരെ എത്തി. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ഉറി ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് BJP ദേശീയ കൗൺസിലിൽ പ്രത്യേക പ്രമേയം. ഭീകരർക്കെതിരായ യുദ്ധം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യത്തിനെതിരായ ഏതു നീക്കത്തെയും അടിച്ചമർത്തുമെന്നും പ്രമേയം. PV കുട്ടൻ വിവരങ്ങൾ നൽകും. കുട്ടൻ, വിശദവിവരങ്ങൾ. അരുൺ, BJP ദേശീയ കൗൺസിലിൽ ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസം എന്ന് പറയുന്നത് ഉറി ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രമേയം പാസാക്കി എന്നുള്ളതാണ്. രാജ്യത്തിനെതിരെ യുദ്ധം നടത്താൻ ഒരു ശക്തികളെയും അനുവദിക്കില്ല എന്ന് ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു. ഈ പ്രമേയത്തിന് ദേശീയ കൗൺസിൽ അംഗീകാരവും നൽകിയിട്ടുണ്ട്. ഭീകരവാദികൾക്കെതിരായ യുദ്ധം രാജ്യം ആരംഭിച്ചു കഴിഞ്ഞു. അന്തിമ വിജയം സൈന്യത്തിനും ഇന്ത്യക്കുമായിരിക്കുമെന്നും അമിത്ഷാ പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൻ്റെ ചുവട് പിടിച്ച് തന്നെയായിരുന്നു ഇന്ന് ദേശീയ കൗൺസിലിൽ പ്രത്യേക പ്രമേയം പാസാക്കിയതും. ഇനി ഈ ദേശീയ കൗൺസിലിൽ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കാനുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനും തന്നെ യോഗം ഉച്ചഭക്ഷണത്തിനായി പിരിയും. അതിനുശേഷം നടക്കുന്ന സമാപന സമ്മേളനത്തിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുക. അദ്ദേഹം ദീനദയാൽ ഉപാധ്യായയുടെ അനുസ്മരണ ചടങ്ങ് കൂടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കും എന്നാണ് ഇപ്പോൾ ചില പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് കേരളത്തിലെ BJPയോടൊപ്പമുള്ള NDAയിലെ ഘടകകക്ഷികളെ പ്രധാനമന്ത്രി കാണുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. നാളെ രാവിലെ കേരളത്തിലെ NDAയിൽ ഉടലെടുത്തിരിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തന്നെ നേരിട്ട് ഈ നേതാക്കളെയൊക്കെ വിളിച്ച് ചർച്ചയും നടത്തുന്നുണ്ട്. അരുൺ, PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയും സർക്കാരിനെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവഹേളിച്ച പോലീസുകാരന് സസ്പെൻഷൻ. മുൻ പോലീസ് അസോസിയേഷൻ നേതാവ് കൂടിയായ അസ്കറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കണ്ണൂർ ട്രാഫിക് പോലീസ് IC അസ്കറിനെയാണ് SP സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അവഹേളിക്കുന്ന വിധം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിനെതിരെയാണ് നടപടി. ഓണത്തിന് ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾക്ക് പോലും അവധി നൽകിയിട്ടുണ്ട്. ഉട്ടോപ്യൻ തീരുമാനമാണ് സർക്കാരിൻ്റേത്. മുഖ്യമന്ത്രി കസേരയുടെ പദവി അർഹിക്കുന്നയാളല്ല അതിലിരിക്കുന്നതെന്നുമടക്കം സർക്കാരിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും അവഹേളിക്കുന്ന രീതിയിലാണ് അസ്കർ ഫേസ്ബുക്ക് പോസ്റ്റിട്ടത്. കേരള മുഖ്യമന്ത്രിക്ക് ഒരു മലയാളിയുടെ കത്ത് എന്ന പേരിലാണ് അസ്കറിന്റെ FB പോസ്റ്റ്. പോലീസ് അസോസിയേഷൻ മുൻ ഭാരവാഹി കൂടിയാണ് അസ്കർ. കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാവായ അസ്കർ പോലീസിന്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് സർക്കാരിനെ കരിവാരിത്തേക്കാൻ മനഃപൂർവ്വം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയായിരുന്നു. ശബരിമലയിൽ പോകുന്നവരുടെ പേര് മാറ്റണമെന്നും അയ്യപ്പന്മാർ എന്ന് വിളിക്കാൻ പറ്റില്ലെന്നും സഖാവ് എന്ന് വിളിക്കണമെന്നും ഹരിവരാസനത്തിന് പകരം ബലികുടീരങ്ങളെ പാടണമെന്നും അപ്പത്തിനും അരവണക്കും പകരം ബീഫ് ചില്ലി നൽകണമെന്നും രാഷ്ട്രീയ പ്രചരണവും വർഗീയ ചേരിതിരിവും സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അസ്കറിൻ്റേത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. CITUവിന്റെ 15ാമത് എറണാകുളം ജില്ലാ സമ്മേളനത്തിന് കൊച്ചി തോപ്പുംപടിയിൽ തുടക്കമായി. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 24 മുതൽ 26 വരെയാണ് സമ്മേളനം. 26-ന് നടക്കുന്ന പൊതുസമ്മേളനം VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് CITUവിന്റെ 15ാമത് എറണാകുളം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. CITU ജില്ലാ പ്രസിഡന്റ് KJ ജേക്കബ് പതാക ഉയർത്തി. തോപ്പുംപടി മറീന ഹാളിലെ EK നാരായണൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പൊതുമേഖലകൾ പോലും സാമ്രാജ്യ ശക്തികൾക്ക് അടിയറ വയ്ക്കുകയാണെന്നും ഏറ്റവും ദ്രുതഗതിയിൽ നവ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നും എളമരം കരീം പറഞ്ഞു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് സ്വത്വബോധവും സങ്കുചിത ദേശീയബോധവും വർഗീയതയും എല്ലാം ഉപയോഗിക്കാൻ മുതലാളി വർഗം ശ്രമിക്കുന്നു. വർഗീയതക്കെതിരായ സമരം വിജയിക്കണമെങ്കിൽ നവ ഉദാരവൽക്കരണ നയങ്ങളുടെ പ്രത്യാഘാതങ്ങളാൽ പ്രയാസം നേരിടുന്ന മുഴുവൻ ജനങ്ങളെയും ഐക്യപ്പെടുത്തിക്കൊണ്ട് ഈ നയത്തിനെതിരായ പോരാട്ടത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. തൊഴിലാളികളുടെ ജീവിതം താറുമാറാക്കുന്ന നയങ്ങളാണ് UDF സർക്കാർ സ്വീകരിച്ചതെങ്കിൽ LDF സർക്കാർ തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടിയുള്ള ബദൽ നയങ്ങളാണ് സ്വീകരിക്കുന്നത്. ഈ നയങ്ങളെ ശക്തിപ്പെടുത്താനും സർക്കാരിനെ ജാഗ്രതപ്പെടുത്താനും തൊഴിലാളി വർഗം ബാധ്യസ്ഥമാണെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു.
CITU നേതാക്കളായ MM ലോറൻസ്, KN രവീന്ദ്രനാഥ്, KM സുധാകരൻ, MM വർഗീസ്, K ചന്ദ്രൻപിള്ള, MLA-മാരായ S ശർമ്മ, KJ മാക്സി, ജോൺ ഫെർണാണ്ടസ് തുടങ്ങിയവരും തിരഞ്ഞെടുത്ത പ്രതിനിധികളും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തു. സമാപന ദിവസമായ സെപ്റ്റംബർ 26-ന് 10,000 പങ്കെടുക്കുന്ന പ്രകടനം നടക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇളവ് നേടി പ്രവർത്തിച്ചു വന്ന തോട്ടം അടച്ചുപൂട്ടിയിട്ട് 18 വർഷം പിന്നിടുമ്പോൾ തൊഴിലാളികളുടെ ദുരിതം തീരുന്നില്ല. ഇടുക്കി പീരുമേട്ടിലെ പീരുമേട് ടീ കമ്പനിയിൽ ജോലി നോക്കിയ 100 കണക്കിന് തൊഴിലാളികളാണ് ചോർന്നൊലിക്കുന്ന ലയത്തിൽ അന്തിയുറങ്ങുന്നത്. ഹാരിസൺ മൂങ്കലർ തോട്ടം കൂടി അടച്ചുപൂട്ടിയതോടെ ഭാവി ജീവിതത്തെക്കുറിച്ച് കടുത്ത ആശങ്കയിലാണ് ഈ തൊഴിലാളികൾ. ഇടുക്കി പീരുമേട് താലൂക്കിൽ 1998-ൽ അടച്ചുപൂട്ടിയ പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികളാണ് ദുരിതം പേറുന്നത്. കടുത്ത ദാരിദ്ര്യത്തിൽ തൊഴുത്തിന് സമാനമായ ഇടത്താണ് ഇക്കൂട്ടർ അന്തിയുറങ്ങുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഇവർ കഴിയുന്ന ലയങ്ങൾ ആകെ തകർന്ന നിലയിലാണ്. കമ്പനി പൂട്ടിയതോടെ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികളും നിലച്ചു. 18 വർഷമായി പൂട്ടിക്കിടക്കുന്ന ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ വന്നതോടെ ജീർണിച്ച് നിലംപൊത്താറായ സ്ഥിതിയിലാണ് ഇവർ താമസിക്കുന്ന ലയങ്ങൾ. ഇതുവരെ 5 മാസം 6 മാസം വീതിയും കൊടുക്കാറുണ്ട്, സെലവാസം കിട്ടാനില്ല. ഈ ലയം നോക്കാന്ന് പറഞ്ഞ് ഈ ലയം നോക്കുന്നത് ലയം മൊത്തം ഇടിഞ്ഞു കിടക്കുക. കുട്ടികളെ താമസിക്കാൻ പറ്റത്തില്ല, പെണ്ണുങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ആണുങ്ങൾ ഇവിടെ പണിയില്ലാതെ, ഈ SID പണിയില്ലാതെ അടുത്ത സ്ഥലത്തിലാണ് ഞങ്ങൾ പണി ചെയ്യുന്നത്. തോട്ടം തൊഴിലാളികൾക്ക് ഭൂമിയും വീടും നൽകുമെന്ന പുതിയ സർക്കാരിന്റെ വാക്കുവിശ്വസിച്ചാണ് ഇവിടുത്തെ പാവം തൊഴിലാളികൾ കഴിയുന്നത്. ഹാരിസൺ മലയാളത്തിന്റെ മൂങ്കലാർ തോട്ടം കൂടി അടച്ചുപൂട്ടിയതോടെ ഈ മേഖലയിലെ തൊഴിലാളികളുടെ ആശങ്ക ഇരട്ടിയായിരിക്കുന്നു. ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളി കുടുംബങ്ങളെ നിത്യപട്ടിണിയിലേക്ക് തള്ളിയിട്ടാണ് തോട്ടം മേഖലയിൽ തേയിലത്തോട്ടങ്ങൾ അടച്ചുപൂട്ടുന്നത്. ആനുകൂല്യങ്ങൾ ഒന്നും നൽകാതെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇത്തരത്തിൽ തോട്ടങ്ങൾ സ്വകാര്യ വ്യക്തികൾ അടച്ചുപൂട്ടുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി. കെനിയയിലെ കേരള അസോസിയേഷൻ ശേഖരിച്ച ചികിത്സാ ഫണ്ട് പറവൂർ പുറ്റിങ്ങൽ ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരിലെ 2 കുടുംബങ്ങൾക്ക് കൈമാറി. പറവൂർ മുനിസിപ്പൽ ചെയർമാനാണ് വീടുകളിലെത്തി തുക കൈമാറിയത്. 1953 രൂപീകൃതമായ കേരള അസോസിയേഷൻ ഓഫ് കെനിയയിലെ സന്മനസ്സുള്ള അംഗങ്ങൾ സ്വരുക്കൂട്ടിയ 50,000 രൂപ 2 കുടുംബങ്ങൾക്ക് കൈമാറി. വെടിക്കെട്ട് ദുരന്തത്തിൽപ്പെട്ട് തുടയല് പൊട്ടി കിടപ്പിലാവുകയും ബാങ്കിന്റെ ജപ്തി ഭീഷണി നേരിടുകയും ചെയ്യുന്ന ബിനേഷിന് പറവൂർ മുനിസിപ്പൽ ചെയർമാൻ KP കുറുപ്പ് 25,000 ചെക്ക് കൈമാറി. കഴിഞ്ഞ 5 മാസക്കാലത്തിലേറെയായി ജോലിക്കും പോകാൻ പറ്റാതെ ചികിത്സയിൽ കഴിയുന്ന ഒട്ടനവധി ആൾക്കാരിൽ ഉൾപ്പെട്ട ആളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് കേരള അസോസിയേഷൻ ഓഫ് കെനിയയിലെ മലയാളികൾ ഇങ്ങനൊരു സാമ്പത്തിക സഹായം നൽകാൻ തയ്യാറായതിൽ ഞങ്ങൾക്ക് അതിയായ പ്രസ്ഥാനത്തുള്ള സംഘടനയുടെ അങ്ങേറ്റത്തെ നന്ദിയുണ്ട്. വെടിക്കെട്ട് അപകടത്തിനിടെ ലോഹച്ചീള് തറച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മാളുവിന് പറവൂർ റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സേതുമാധവൻ വീട്ടിലെത്തി ചെക്ക് നൽകി. ഈ മഹാദുരന്തം കൈരളി പീപ്പിള് വഴി മനസ്സിലാക്കി കെനിയയിലെ മലയാളി സുഹൃത്തുക്കൾ ഈ വളരെ നിർദ്ധരായ 2 കുടുംബങ്ങൾക്ക് ഈ ചികിത്സാ സഹായം നൽകിയതിൽ പറവൂരിലെ മുഴുവൻ ജനങ്ങൾക്കും കടപ്പാട്ടുണ്ട്. അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ, ബാങ്ക് പ്രസിഡന്റ് ഉണ്ണിത്താൻ തുടങ്ങിയവരും സാക്ഷികളായി. കെനിയ കേരള അസോസിയേഷൻ ചെയർമാൻ പ്രദീപ് നായർ, ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് മേനോൻ, രോഷ്നി ഷാജഹാൻ, ഉത്തം കുമാർ, അഭിലാഷ് ഉൾപ്പെട്ട 15 അംഗ കമ്മിറ്റിയാണ് ഇക്കൊല്ലത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ചികിത്സാ ധനസഹായം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. താഴത്തങ്ങാടി ജുമാ മസ്ജിദ് സംരക്ഷിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ. ചരിത്രപ്രസിദ്ധമായ മസ്ജിദ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രത്യേക പദ്ധതിയിലാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ് സംരക്ഷണം ഉൾപ്പെടുത്തുക എന്നും മന്ത്രി അറിയിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും കൊത്തുപണികളാൽ സമൃദ്ധവുമായ താഴത്തങ്ങാടി ജുമാ മസ്ജിദ് പള്ളിയുടെ പ്രത്യേകതകൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ക്ഷേത്രശില്പ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള പള്ളിയുടെ തേക്കുതടികൾ കടഞ്ഞെടുത്ത തൂണുകളും കമാനങ്ങളും മേൽക്കൂടും തട്ടിൻപുറവുമെല്ലാം വിവിധ കാലഘട്ടങ്ങളുടെ ചരിത്രം കൂടിയാണ് പങ്കുവെക്കുന്നത്. ഈ പൈതൃക സ്വത്തുക്കൾ ബഹുജനങ്ങൾക്ക് പഠനവിധേയമാക്കാൻ കഴിയുന്ന തരത്തിൽ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. നമ്മുടെ സംസ്കാരത്തിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു മതേതര ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്തിനകത്ത് സൂക്ഷിക്കേണ്ടത് ഭൗതികമായി സൂക്ഷിക്കുക മാത്രമല്ല, സംസ്കാരത്തിന്റെ ഭാഗമായി മനസ്സ് സൂക്ഷിക്കേണ്ട സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. അത് ഞാൻ സന്ദർശിച്ചു. അതിനാവശ്യമായ പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പള്ളി ആളുകളെ സംസാരിച്ചിട്ടുണ്ട്. പള്ളിയിലെ അമൂല്യമായ വസ്തുക്കളും ചരിത്ര ഗ്രന്ഥങ്ങളും ആരാധനാ ഉപകരണങ്ങളും സാധന സാമഗ്രികളും പരിരക്ഷിക്കും.
പള്ളി സന്ദർശിച്ച് സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആർക്കിയോളജി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താഴത്തങ്ങാടി പള്ളിയുടെ വാസ്തു സൗന്ദര്യം ആസ്വദിച്ച മന്ത്രി സന്ദർശന ഡയറിയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയ ശേഷമാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവനന്തപുരം കല്ലറയിലെ ജ്വല്ലറിയിൽ വളമോഷ്ടിക്കുന്ന സ്ത്രീയുടെ ദൃശ്യം CCTVയിൽ. ആഭരണം നോക്കാനാണെന്ന വ്യാജേന ജീവനക്കാരുടെ ശ്രദ്ധ തിരിച്ച ശേഷമാണ് മോഷണം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പാങ്ങോട് പോലീസ് കേസെടുത്തു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പാങ്ങോട് താജ്മഹൽ ജ്വല്ലറിയിലാണ് മോഷണമുണ്ടായത്. സ്വർണം വാങ്ങാൻ കടയിലെത്തിയ സ്ത്രീ ആഭരണങ്ങൾ നോക്കുന്നതിനിടെ സൂത്രത്തിൽ 2 പവൻ അടുത്ത് തൂക്കമുള്ള വള സാരിക്കിടയിൽ ഒളിപ്പിക്കുകയായിരുന്നു. ശേഷം മറ്റൊരു വള വാങ്ങി 25,000 രൂപ ബില്ലടച്ച ശേഷം സ്ഥലം വിട്ടു. വൈകിട്ട് കടയിലെ ആഭരണങ്ങളുടെ സ്റ്റോക്ക് പരിശോധന നടത്തുന്നതിനിടെയാണ് വള നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞത്. തുടർന്ന് CCTV പരിശോധിച്ചപ്പോഴാണ് സ്ത്രീ വള മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. അടുത്തിടെ ആറ്റിങ്ങൽ, കല്ലമ്പലം, പോത്തൻകോട് മേഖലകളിൽ കടകളിൽ കയറി വളകൾ മോഷ്ടിക്കുന്ന ഒരു സ്ത്രീയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ സ്ത്രീ തന്നെയാണോ ഈ കടയിലും മോഷണം നടത്തിയതെന്ന് പരിശോധിക്കുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.